ഹായ് പാരൻസ്, ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് തിങ്ക് റൂം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, പിന്നെ എങ്ങനെയാണ് അത് അതിൻ്റെ പ്രോസസ്സ്, യൂസർ നെയിം ആൻഡ് പാസ്വേഡ്, പ്ലസ് എങ്ങനെ ഏതൊക്കെ രീതിയിൽ നമ്മളത് യൂസ് ചെയ്തിട്ട് നമ്മളെ കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ നമ്മൾ ഇത് പ്ലേ സ്റ്റോറിലും നമുക്ക് ആപ്പ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഐഫോൺ യൂസ് ചെയ്യുന്ന പാരൻസ് നമ്മൾ ഗൂഗിൾ ക്രോം ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്തിട്ട് ഒരു ലിങ്ക് ഉണ്ട്. അപ്പോൾ ആ ലിങ്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. സോ ഞാനിപ്പോൾ കാണിക്കുന്നത് പ്ലേ സ്റ്റോറിലാണ്. സോ പ്ലേ സ്റ്റോറിൽ നിങ്ങൾ തിങ്ക് റൂം എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ കാണിച്ച ലോഗോ വരും. അപ്പോൾ അതിന് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് കാണാം. സോ ഇവിടെ യൂസർ നെയിമും പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഓപ്പൺ ആവും. ഇപ്പോൾ നമുക്ക് സ്കൂളിൽ നിന്ന് ഒരു QR കോഡൊക്കെ തന്നിട്ടുണ്ടാവും. ഇങ്ങനെ ഒരു QR കോഡ് തന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും, പിന്നെ ഏത് ക്ലാസ്സാണ്, പിന്നെ അത് നിങ്ങൾക്ക് ബ്രൗസ് ചെയ്യണമെങ്കിൽ ഗൂഗിൾ ക്രോം ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ആൻഡ്രോയിഡ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യാം. പിന്നെ നമ്മൾ ഇപ്പോൾ ഐഫോൺ യൂസേഴ്സ് ആപ്പ് സ്റ്റോറിൽ പോയിട്ട് ഗൂഗിൾ ക്രോം ഡൗൺലോഡ് ചെയ്തിട്ട് thinkroom.chrysalis.world എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ ഇൻ്റർഫേസ് ഓപ്പൺ ആവും. റൈറ്റ്. സോ ഇങ്ങനെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. സോ അത് thinkroom.chrysalis.world എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിൾ ക്രോമിൽ ഇങ്ങനെ ഇൻ്റർഫേസ് ഓപ്പൺ ആവും. ഓക്കെ. സോ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ, ഇവിടെ പാസ്വേഡ് ഇട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഈ ഇൻ്റർഫേസ് ഓപ്പൺ ആവും. റൈറ്റ്. സോ ഏത് ക്ലാസ്സാണോ നിങ്ങളുടെ കുട്ടികളത്, ഗ്രേഡ് 2, ഗ്രേഡ് 3, ഗ്രേഡ് 4 ഏത് ക്ലാസ്സിലാണോ, അപ്പോൾ ആ കണ്ടൻറ്റ് നിങ്ങൾക്ക് ഏതൊക്കെ സബ്ജക്ട്സ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ആക്സസ് ഉണ്ടാവും. പിന്നെ റൈറ്റ് സൈഡിൽ ടോപ്പ് 3 ലൈൻസ് കാണാനില്ല, റെഡ് വൈറ്റ് കളറിൽ. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോം പേജ് ഉണ്ട്. ഇപ്പോൾ കാണുന്ന പേജ് ഹോം പേജാണ്. പിന്നെ ഗ്രേഡ് ട്രാൻസിഷൻ പ്രോഗ്രാം. അപ്പോൾ ഈ ഹോം പേജ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഹോം പേജ്. സോ ഏത് ക്ലാസ്സിലാണോ നിങ്ങളുടെ കുട്ടി പഠിക്കുന്നത് അതൊക്കെ കാണും. സോ പിന്നെ നമുക്കിപ്പോൾ EVS സബ്ജക്റ്റ് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഏതൊക്കെ ലെസൺ ഉണ്ട് ഇവിടെ കാണാൻ പറ്റും. സോ ഇപ്പോൾ നിങ്ങൾ ഇത് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലെസൺ, ഏതെങ്കിലും ഓഡിയോ ലെസൻ്റെ സ്റ്റുഡിയോ, കമ്പാനിയൻ. ഇപ്പോൾ സ്റ്റുഡിയോ ആണെങ്കിൽ സ്റ്റുഡിയോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്റ്റുഡിയോ ഇവിടെ വരും. പിന്നെ ഇപ്പോൾ കമ്പാനിയൻ ആണെങ്കിൽ കമ്പാനിയൻ ഓട്ടോമാറ്റിക്കലി വരും ഇവിടെ. സോ നിങ്ങൾക്കത് എങ്ങനെ ഇത് സൂം വലുതുമാക്കാം, ചെറുതും അങ്ങനെ രീതിയിൽ ചെയ്യാം. റൈറ്റ്. സോ ഇതിവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വലുതും ചെറുതാക്കാൻ പറ്റും. ദെൻ ഓഡിയോ വിഷ്വൽസ് ഉണ്ട്. ഇപ്പോൾ ആ ചാപ്റ്ററിൻ്റെ അനുസരിച്ചുള്ള ഓഡിയോ വിഷ്വൽസ് ഉണ്ട്. സോ ഇവിടെ ക്ലിക്ക് ചെയ്യുന്ന വീഡിയോ ആ പർട്ടിക്കുലർ കോൺസെപ്റ്റിന് വരും. പിന്നെ കണ്ടോ, ദെൻ അതിനനുസരിച്ച് കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് പ്ലേ ചെയ്ത് കൊടുക്കാം കുട്ടികൾക്ക്. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കോൺസെപ്റ്റൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്വിസസ് ഉണ്ട്. അപ്പോൾ മുകളിൽ ഏത് കോൺസെപ്റ്റ് ഉണ്ട് അതിനനുസരിച്ചിട്ട് ക്വിസും തന്നിട്ടുണ്ട്. ദെൻ സമ്മറി, ഈ കോൺസെപ്റ്റിൻ്റെ മൈൻഡ് മാപ്പ് എന്ന് പറയാം, എങ്ങനെ എന്തൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ഒറ്റ തവണയിൽ ഇതെല്ലാം ഏകദേശം ഏതൊക്കെ കോൺസെപ്റ്റ് കവർ ചെയ്യുന്നുണ്ടെന്ന് മനസ്സിലാവും. പിന്നെ ലാസ്റ്റ് ലെസൺ എൻഡിങ് ക്വിസ് ഉണ്ട്, ഡു ഐ നോ എന്ന് പറഞ്ഞിട്ട്. സോ ഇത് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അവർക്ക് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ആക്ടിവിറ്റിയാണ്. സോ ഡു ഐ നോ 1, 2, 3, 4, 5 തന്നിട്ടുണ്ടോ. സോ ഇതൊക്കെ അവർക്ക് ഹെൽപ്പ് ആവും. പിന്നെ നമുക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത്, ഇപ്പോൾ സ്റ്റുഡിയോ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കുറച്ച്, ഇപ്പോൾ ഈ ലെസൺസിൽ തന്നെ കുറേ സ്ഥലത്ത് നമ്മൾ QR കോഡ്സ് തന്നിട്ടുണ്ടാവും. റൈറ്റ്. സോ ഇതൊക്കെ നിങ്ങൾക്ക് QR കോഡ്സ് കാണാം. ഇത് നിങ്ങളിങ്ങനെ ഇത് കണ്ടോ, ഇപ്പോൾ ഈ ബുക്കിൽ QR കോഡുള്ള സ്ഥലത്ത് നിങ്ങൾ ഇപ്പോൾ ഈ സോഫ്റ്റ് കോപ്പി ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ആ പർട്ടിക്കുലർ ആക്ടിവിറ്റി ഓപ്പൺ ആവും. റൈറ്റ്. പിന്നെ നമുക്ക് ഇപ്പോൾ റൈറ്റ് സൈഡിൽ താഴത്ത് നിങ്ങൾക്ക് ഒരു റെഡ് കളറിൽ നിങ്ങൾക്ക് ഒന്ന് കാണാമല്ലോ, സ്കാനിങ്. ഇപ്പോൾ ഇത് വെച്ചിട്ട് സ്കാൻ ചെയ്താലും ബുക്കിൽ നിന്ന് നിങ്ങൾക്ക് ആക്ടിവിറ്റി യൂസ് ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ ഡൗൺ ഈ സ്കാനർ കാണുന്നുണ്ടല്ലോ. സോ ഇവിടെ ഈ സ്കാനർ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് സ്കാൻ ചെയ്യാൻ പറ്റും. സോ ഇത് നിങ്ങളുടെ ബുക്കിൽ സ്കാനർ ആ പർട്ടിക്കുലർ ആക്ടിവിറ്റി സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് കുട്ടികൾക്ക് ആക്ടിവിറ്റിയും പറഞ്ഞു കൊടുക്കാൻ പറ്റും. സോ ഇത് വെച്ചിട്ടാണ് കുട്ടികൾക്ക് ഒരു രീതിയിൽ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. പിന്നെ ഓഡിയോ വിഷ്വൽസ് ഉണ്ട്. പിന്നെ ഇത് കൊടുക്കുമ്പോൾ ഇപ്പോൾ നിങ്ങൾ അടുത്തുണ്ടെങ്കിൽ നിങ്ങൾ കൂടെ ഇരിക്കാം. ഇത് കൊടുത്തിട്ട് അങ്ങനെ പോകരുത്. ചില ആക്ടിവിറ്റീസ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൽ വാട്ട് ഈസ് വി യൂസ് അവർ ഹാൻഡ്സ് ടു റൈറ്റ്, ട്രൂ ആണോ ഫാൾസ് ആണോ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് കറക്റ്റ് ആണോ തെറ്റെന്ന് കാണിക്കും. അപ്പോൾ ഇത് തെറ്റാണ്, അപ്പോൾ അങ്ങനെ കാണിക്കും. ഇപ്പോൾ വി ഹാവ് 5 സെൻസ് ഓർഗൻസ്. സോ ട്രൂ ആണോ ഫാൾസ്, ട്രൂ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ആണെങ്കിൽ കറക്റ്റ് കാണിക്കും. സോ ഇതൊരു ഗെയിമിഫിക്കേഷൻ മാതിരിയാണ്. സോ ദിസ് വിൽ ഹെൽപ്പ് ദ ചൈൽഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ കോൺസെപ്റ്റ്. പിന്നെയും ഹോം പേജ് പോകണമെങ്കിൽ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പർട്ടിക്കുലർ ഹോം പേജ് പോകും. അത് രീതിയിൽ മാത്സും ഏത് ലെസൺസ് ആണ് അതൊക്കെ ഇവിടെ ഉണ്ടാവും. ഏത് ലെസൺ ആണോ പഠിക്കേണ്ടത് അത് അവിടെ ഇട്ടുണ്ടാവും. പിന്നെ നിങ്ങൾക്ക് ഏത് സ്റ്റുഡിയോ ആണെങ്കിൽ സ്റ്റുഡിയോ നിങ്ങൾക്ക് വലുതായിട്ടും കാണാം. ഇപ്പോൾ ഇത് ഒരു പേജ് മാതിരിയും ചെയ്യാം. പിന്നെ ഈ ലാസ്റ്റ് കോർണറിൽ ഇങ്ങനെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് വലിയത് ചെറുതാവും ആക്കാൻ പറ്റും. റൈറ്റ്. സോ ഇതാണ് ഒരു ഫീച്ചേഴ്സ് ഇതിൻ്റെ. പിന്നെ കുറേ വീഡിയോസ് ഉണ്ട്, ഓഡിയോ വിഷ്വൽസ്, ചില റിലേറ്റഡ് വീഡിയോസ് ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അതിനനുസരിച്ച് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റും. Today we're going to learn about the types of lines. Do you know how many types of lines? സോ ഇതും വെച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. സോ ഇതാണ് ഇതിലുള്ളത്. പിന്നെ നമുക്ക് ഉള്ളത് ഗ്രേഡ് ട്രാൻസിഷൻ പ്രോഗ്രാമാണ്. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി ഇപ്പോൾ റെഡി ടു യൂസ് ഉണ്ട്. നിങ്ങളുടെ ക്ലാസ്സിൽ കുട്ടി ഇപ്പോൾ സെക്കൻഡ് സ്റ്റാൻഡേർഡിലാണെങ്കിൽ ഗ്രേഡ് 1 to 2. ഇപ്പോൾ നിങ്ങളുടെ കുട്ടി 5th സ്റ്റാൻഡേർഡിലാണെങ്കിൽ 4 to 5. സോ 4 to 5 ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള
ആക്ടിവിറ്റീസ് ഉണ്ടാവും. ഇത് എന്തിനാ വെച്ചാൽ നമുക്ക് കുട്ടികൾക്ക് അവർക്ക് എന്തൊക്കെ കഴിഞ്ഞ സ്റ്റാൻഡേർഡിൽ പഠിപ്പിച്ചത് അത് നമുക്കിപ്പോൾ കുറച്ച് റീക്യാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആക്ടിവിറ്റീസാണ് ടു ഇംപ്രൂവ് ദ കോൺസെപ്റ്റ്. ഡേ വൈസ് തന്നിട്ടുണ്ട്. സോ ഡേ 1 എന്തൊക്കെ കോൺസെപ്റ്റാണ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഇത് ടീച്ചേഴ്സ് ഇവിടെ ചെയ്യുന്നതായിരിക്കും. ബട്ട് ഇപ്പോൾ നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ അതും ചെയ്യാം. സോ ഇതാണ് ഓവറോൾ ഇതിലുള്ളത്. പിന്നെ സബ്ജക്ട്സ് ഇപ്പോൾ 3rd സ്റ്റാൻഡേർഡ് ആണെങ്കിൽ ഇംഗ്ലീഷ്, സയൻസ്, സോഷ്യൽ, മാത്സ് അങ്ങനെ ഉണ്ടാവും. സോ ഏത് കോൺസെപ്റ്റാണ് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് കുട്ടികളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും. സോ ടീച്ചേഴ്സും ഷെയർ ചെയ്യുന്നുണ്ടാവും ഏത് കോൺസെപ്റ്റാണ്. സോ നിങ്ങൾക്ക് വീട്ടിലിരുന്നിട്ടും അവർക്ക് കുറച്ച് ഇപ്പോൾ കോൺസെപ്റ്റ് എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചിട്ടും കുറച്ച് അവർക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. റൈറ്റ്. സോ ഇതാണ് തിങ്ക് റൂം ആപ്പിലുള്ളത്. സോ എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ